ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്ത് നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിദേശത്ത് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഇതിൻ്റെ ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൊച്ചിയിൽ പൗരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി. പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, MP-മാർ, MLA-മാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. +2 ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. +2 ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി. രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി. രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27, 28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നാളെ വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ഡത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5-ന് നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ IAS ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-ലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE പുനർമൂല്യനിർണ്ണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.